ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പറാണ്. ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് സ്കിൻ ടൈപ്പുകൾ ഏതൊക്കെയാണ്, എത്ര തരം സ്കിൻ ടൈപ്പ് ഉണ്ടെന്നുള്ളത് ആദ്യം ജസ്റ്റ് ഒന്ന് അറിയാം. നമുക്ക് വരുന്നത് ജസ്റ്റ് ഒരു 4 ടൈപ്പ് സ്കിന്നാണ് നോർമലി വരുന്നത്. അതിലൊന്ന് ഓയിലി സ്കിന്നാണ്, രണ്ടാമത്തേത് ഡ്രൈ സ്കിൻ, മൂന്നാമത്തെ കോമ്പിനേഷൻ സ്കിൻ, നാലാമത്തത് നോർമൽ സ്കിൻ. അങ്ങനെ ഒരു 4 ടൈപ്പാണ് നമ്മൾ സ്കിൻ ടൈപ്പിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേതാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ്. ഈ ടിഷ്യൂ പേപ്പർ നമ്മളൊരു 5 പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. സിസേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് വരാം. ഞാനതൊരു സ്മോൾ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. 5 പീസസ് എടുത്തിട്ടുണ്ട്. 5 പീസസ് ടിഷ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ടിഷ്യൂസ് കട്ട് ചെയ്തിട്ട് ഇത്രയും സൈസ് മതിയാവും. ഇപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഈ നോസിൻ്റെ ഈ സൈഡ് ഭാഗം, അതുപോലെ ഇവിടെയൊക്കെ അല്ലേ, ഇതൊക്കെ ഒരു ഓയിലി ടൈപ്പാണ് എന്നുണ്ടെങ്കിൽ നമ്മുടേത് ഓയിലി സ്കിൻ ടൈപ്പാണ്. അതല്ല ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര ഇങ്ങനെ തീരെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഇല്ലാതെ ഭയങ്കര വരണ്ടിരിക്കുന്ന ഒരു സ്കിന്നാണ് നിങ്ങളുടെയെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നാണ്. പിന്നെ വരുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ടീ സോണില്ലേ, അതിനകത്ത് മാത്രം ഒന്നുകിൽ ഓയിലി ആയിരിക്കും, ബാക്കിയുള്ളതൊക്കെ ഡ്രൈ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം ഡ്രൈ ആയിരിക്കും, ബാക്കി സൈഡ് വരുന്നത് ഓയിലി ആയിരിക്കും. പിന്നെ എന്നുള്ളത് നോർമൽ സ്കിൻ. അധികം ഓയിലിയും അല്ല, എന്നാൽ വല്ലാണ്ടുള്ള ഡ്രൈനെസ്സും ഇല്ല. അതിനുള്ള സ്കിൻസാണ് നോർമൽ ടൈപ്പ്. പിന്നെ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ടിഷ്യൂ എടുത്തിട്ട് നമ്മുടെ ഈ നെറ്റിക്ക് ഒട്ടിച്ച് വയ്ക്കുക. നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു 1 അവർ നമ്മൾ ഫേസിൽ വേറെ ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മൾ ഫേസിൽ വേറെ ഒന്നും ചെയ്യാതിരിക്കുക. ഒരു 1 അവർ നമ്മളതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക. അതിനുശേഷം ഇതുപോലെ ഒരു ടിഷ്യൂവിൻ്റെ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. ഒന്ന് നമ്മുടെ നെറ്റിക്ക്, പിന്നെ ഒരെണ്ണം മൂക്കിൻ്റെ സൈഡിൽ, പിന്നെ 2 ചീക്സിൽ. ഞാനിത് വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. 2 ചീക്സിൽ, അതുപോലെ തന്നെ എൻ്റെ മൂക്കിനകത്ത് വെച്ചേക്കുന്നത് മാത്രം വേഗം സ്റ്റിക്കായത് കണ്ടോ. അത് എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ്. ഞാൻ നോക്കട്ടെ. ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. ഇതൊരു 5 മിനിറ്റ്സ് ഇരുന്നാൽ തന്നെ നമുക്ക് വേഗം അറിയാൻ പറ്റും നമുക്ക് ഏതാണ് സ്കിൻ ടൈപ്പ് ഏതാണെന്ന്. കേട്ടോ, ഇപ്പം ഞാനിത് ഫൗണ്ടേഷനും കാര്യങ്ങളും ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഈ ചീക്സിലുള്ളത് ഒട്ടാത്തത്. അല്ലെങ്കിൽ എൻ്റെയും ഒട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം. ഇത് 2 വാടിപ്പോയി. എൻ്റെ ഈ നോസിൻ്റെ ഭാഗത്തും അതുപോലെ ഈ ടോല് വെച്ചിരിക്കുന്നത് 2 കുറച്ചൊന്ന് വാടിപ്പോയി. കീറുന്ന പോലെയൊക്കെ ആയി കണ്ടോ. അതെൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുക. ഇനി നമ്മുടെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയ പ്രൊഡക്ട്സ്. നമ്മൾ എപ്പോഴും ഏത് ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും അതിനകത്ത് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ ഇപ്പോൾ ഈ ബ്രാൻഡിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടാവും ഫോർ ഓയിലി സ്കിൻ, ഫോർ ഡ്രൈ സ്കിൻ, ഓൾ സ്കിൻ ടൈപ്പ് എന്നൊക്കെ എഴുതുന്നത്. അത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സുകൾ സെലക്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ സ്കിന്നിൻ്റെ ഒരു ഫേസ് വാഷോ കാര്യങ്ങളോ ഓയിലി സ്കിന്നായ ഒരാൾ യൂസ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഏതാണ് നമ്മുടെ സ്കിൻ, അല്ലെങ്കിൽ ഓൾ സ്കിൻ ടൈപ്പുള്ള പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. അതല്ലാന്നുണ്ടെങ്കിൽ സ്കിൻ ടൈപ്പ് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രൊഡക്ട്സുകൾ വാങ്ങി യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്കിൻ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. ആ പ്രൊഡക്റ്റ് നല്ലതാണ്, ഈ പ്രൊഡക്റ്റ് നല്ലതാണെന്നൊക്കെ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരും. സ്കിൻ ടൈപ്പ് അറിഞ്ഞതിന് ശേഷം മാത്രം അതൊക്കെ വാങ്ങി യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോകും. അപ്പോൾ ആദ്യം തന്നെ സ്കിൻ ടൈപ്പ് അറിയുക. സ്കിൻ ടൈപ്പ് അറിയാനുള്ള ഏറ്റവും
സിംപ്ലസ്റ്റ് മാർഗ്ഗമാണ്, സിംപ്ലസ്റ്റ് വേ ആണ് ഇത്, സിമ്പിൾ വേ ആണ്. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം വില കൂടിയ പ്രൊഡക്ട്സ് ആണെങ്കിലും നോർമൽ പ്രൊഡക്ട്സ് ആണെങ്കിലും വാങ്ങിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.